ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ഇങ്ങനെ എണീറ്റ് കണ്ണു തുറന്നപ്പം എൻ്റെ മൈൻഡിൽ വന്ന ഫീലിംഗ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഇതുവരെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ എന്താണ് അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. ബട്ട് എനിക്കങ്ങനെ ചിന്തിക്കാൻ തോന്നി. എല്ലാ കാര്യങ്ങൾക്കും, അത് ഫ്രണ്ട്സ് ആയാലും തന്നിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് ബോണ്ട്സ് ആയാലും എല്ലാത്തിനും ഒന്ന് ചുമ്മാ ഗ്രേറ്റ്ഫുൾ, എല്ലാ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുള്ളായിട്ട് അങ്ങനെ ഒരു ഫീലിംഗാണ് എനിക്കിന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ ഉണ്ടായത്. എനിക്കങ്ങനെ ഭയങ്കര ഒരു പീസ് കാം മൈൻഡിൽ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു വർഷത്തിൽ 2 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ കാണപ്പെടും. അല്ലെങ്കിൽ എന്നും ഞാൻ ഒരുമാതിരി കലപ്പല അങ്ങനെ ഇരിക്കും. ബട്ട് ഇന്ന് മോർണിംഗ് ഭയങ്കര കാം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്താണ് ചിന്തിക്കണേ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ ഭയങ്കര പീസായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതായിരുന്നു രാവിലത്തെ മോർണിംഗ് എന്ന് പറയണത്. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെയാണ് ഇന്നലെ രാത്രി ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് കിടന്നത്. അപ്പം അങ്ങനെ ഒരു വ്ലോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് എണീറ്റത്. ബട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് പ്രത്യേകിച്ച് വ്ലോഗ് എടുക്കാനായിട്ട് അങ്ങനെ ഡേ ആയിട്ട് കാണിക്കാൻ ഒരു പ്രത്യേകിച്ച് ഡേ ഒന്നുമില്ല. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ നമുക്ക് ലൈബ്രറി പീരീഡും കാര്യങ്ങളൊക്കെയാണ്. ഫോൺ അലോഡഡ് അല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ വൈകിട്ടാണെങ്കിൽ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് ഈവനിങ് വ്ളോഗ്, കഴിഞ്ഞ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും അങ്ങനെയാണെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗായിട്ട് ഒതുങ്ങിപ്പോവും. ഞാൻ വിചാരിച്ച് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റിയൊരു ഡേ അല്ല ഇന്ന്. ഞാൻ ഇന്ന് കുറച്ച് ഡേ ആയിട്ടില്ല, കുറച്ച് പ്രൊഡക്റ്റീവ് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാനിന്ന് ചെയ്യണ കാര്യങ്ങളായിരിക്കും ഈ വ്ളോഗിൽ കൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് വന്നിട്ട് ഇപ്പം ഈ ഡയറി പോലെ എന്തെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരുന്ന തോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതും. പിന്നെ അന്നത്തെ ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യും. ഇത് സംഭവം ഇപ്പം എനിക്കൊരു ഒരു ഡെയിലി റൊട്ടീനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫ്, ഒരു പീസ്, അങ്ങനത്തെ ഒരു സംഭവം കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം എപ്പോഴും ചെയ്യണൊരു ഇതാണ് ഡെയിലി രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ട് മനസ്സിൽ വരണതൊക്കെ എഴുതി വയ്ക്കും. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള വ്ളോഗ്സൊക്കെ കാണാറുണ്ട് ഇപ്പം. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് വ്ളോഗ്സൊക്കെ കണ്ടായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇനി എക്സാമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എവിടെയാണ് നോട്ട് കിടക്കണമെന്ന ഒരു ഐഡിയയും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് അതിനൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. അങ്ങനെ ഓരോ ഫോൾഡറിലാക്കി അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് അഫീഫേനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം. Nasal drops, the most traditional dispensing system suitable for infants in adult, drop into nasal cavity, mostly lead to rapid clearance of the drug. അപ്പോൾ എനിക്ക് ഈ വ്ളോഗിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മടിച്ചു പോയി. ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ അതുപോലെ ഇവിടെ എയറോബിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് വർക്കൗട്ടും എല്ലാം ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം റിസൾട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഈ എയറോബിക്സ് ഒരു ഗ്യാപ്പ് വന്ന് ഒരു ഹോളിഡേ സംതിങ് അങ്ങനെ എന്തോ വന്നപ്പോഴേക്കും പിന്നെ അതിനെക്കുറിച്ചൊരു വിവരമില്ല. ഇനി നിർത്തിയതാണോ എന്താണോ, പിന്നെ നമ്മളങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തുമില്ല. മടിയാണ് സംഭവം. മഴയത്ത് അല്ലേലും വർക്കൗട്ട് ചെയ്യാൻ ചെറിയ മടിയുണ്ട്. പിന്നെ മഴയും കൂടെ ആയപ്പം എണീക്കാൻ ഒന്നിനും വയ്യ, ബെഡിൽ തന്നെ ഇങ്ങനെ കിടപ്പാണ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഏതോ ഒരു ദിവസം സൺഡേ എന്തോ ചെയ്തെന്ന് തോന്നുന്നു ഞാൻ. എന്നിട്ട് പിന്നെ മൺഡേ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചിന്ന് വ്ളോഗ് എടുക്കണോണ്ട് ഇന്നെങ്കിലും ചെയ്യുമായിരിക്കും. എവിടെ നിന്ന് ഇന്നും ചെയ്തില്ല.
അപ്പോൾ ആ ഒരു കാര്യവും കൂടെ എനിക്ക് ഇൻക്ലൂഡ് ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നിട്ടില്ല. പിന്നെ ഞാൻ വർക്കൗട്ട് നാളത്തേക്കും മറ്റന്നത്തേക്കും ഇങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ട് പോവുകയാണ്. എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സോ എന്തായാലും അപ്പം ഇന്നത്തെ ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രൊഡക്റ്റീവ് ഹവേഴ്സൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.